ഇപ്പോൾ നമ്മുടെ അവിടെ ഒരുപാട് ഗ്രൂപ്പുകളാണ് അല്ലേ. ഗ്രൂപ്പുകൾ മീൻസ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതായത് സ്കൂൾ ഗ്രൂപ്പുകൾ, കോളേജ് ഗ്രൂപ്പുകൾ, അത് യു പി സ്കൂളിലെ ഗ്രൂപ്പുകൾ, പഠിച്ച ഗ്രൂപ്പുകളുടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ. ആ ഗ്രൂപ്പുകളിൽ ഈ 80-90 അതായത് 80-90 കിഡ്സുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾ തന്ത വൈബുകൾ എന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കുറേ പഴയ തന്തകൾ 1-2 ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കഴിവുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കും. അതിൽ 1-2 പിള്ളേർക്ക് നല്ല കലാവാസനയുണ്ടാവും, നല്ല കഴിവുകളൊക്കെ ഉള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ അവർ ചെയ്ത റീൽസോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലും അവരത് ഇട്ട് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന പഴയ 2 തന്ത വൈബുകൾക്ക് അത് തീരെ പിടിക്കില്ല. അവർ വന്നിട്ട് ടക്കുന്ന് അറ്റാക്ക് ചെയ്യും. എങ്ങനെയൊന്നും ഈ ഗ്രൂപ്പിലിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമായിരിക്കില്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് അവിടെ എന്താ ഒരു പ്രോബ്ലം, അതായത് ഈ ഗ്രൂപ്പുകളിലൊക്കെ പെൺകുട്ടികളുണ്ടാകില്ല, അല്ലെങ്കിൽ സ്ത്രീകളുണ്ടാവും. ഈ പഴയ ഈ 80-90s പെൺപിള്ളേരുണ്ടാവും, ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ടീമുകളിനെ കണ്ടിട്ടാണ് ഇവന്മാർ വന്ന് നന്മ മരം ചമയുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോളേജ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 താപ്പനകളുണ്ടായിരുന്നു. അത് ഒരുത്തൻ ഒരു പോലീസുകാരനാണ്, ഒരു ASI, പണ്ട് കോൺസ്റ്റബിളായിരുന്നു, ഇപ്പോൾ മൂത്ത് കുടുംബം പോലെ ASI ആയി. പിന്നെ ഒരുത്തൻ പഴയൊരു സഖാവാണ്. അപ്പോൾ ഇവർ 2 പേർക്കും ഭയങ്കര വേറെ ഗ്രൂപ്പൊരു സജീവമായ ഒരു നിർജീവമായൊരു അവസ്ഥയാണ്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അതിൽ റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 തന്തകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് പഴയ സഖാവിനും ഈ പോലീസ് ASIക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിങ്ങളും അംഗമായിട്ടുണ്ടാകില്ല. അതായത് അവരാണ് ശരിക്കും 80-90s തന്ത വൈബ് എന്ന് പറയുന്നത്. അതായത് പുതിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ടീമുകൾ. പിന്നെ അവർ നന്മമരം ചമഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഈ തള്ളകളുടെ ഇടയിൽ പേരുണ്ടാക്കുക എന്നാണ് അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ടീമുകൾ ഒരു ഭാഗത്ത് നന്മമരം ചമഞ്ഞ് ലാസ്റ്റ് വല്ല പോക്സോ കേസിൽ പെടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഇങ്ങനെയുള്ള സ്കൂൾ ഗ്രൂപ്പുകളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകില്ല, കുറേ തന്ത വൈബുകളും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് നമ്മുടെ വീഡിയോ ചാനലിലൊന്ന് നോക്കിയിട്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.